ഹായ്, ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് പ്രൈമറിലി പഠിക്കുന്ന പിള്ളേർക്ക് വേണ്ടിയാണ്. പ്രത്യേകിച്ചും കോളേജുകളിൽ പഠിക്കുന്ന പിള്ളേർക്ക് അവരുടെ മാർക്കുകൾ നല്ല കുറഞ്ഞു വരുവാണ്. അങ്ങനെയുള്ളവർക്കൊരു വീണ്ടും അവരുടെ ആ മാർക്ക് അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്റ്റഡി സ്റ്റാൻഡേർഡ് എങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാമെന്നുള്ളൊരു ഷോർട്ടായിട്ടുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. ഇതിൽ പറയുന്ന മെത്തേഡ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വലിയൊരു ഹൈ ലെവൽ മാർക്ക് കിട്ടിയില്ലെങ്കിലും ഇപ്പോൾ ഉള്ള നിങ്ങളുടെ മാർക്കിൻ്റെ സ്റ്റാൻഡേർഡിനെക്കാളും അറ്റ്ലീസ്റ്റ് ഒരു 10-15% നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഈവൻ ഇപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് ഫെയിൽ ആവും എന്നുള്ള സിറ്റുവേഷനിലായിരിക്കണമെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിൽ ആ പരീക്ഷയിൽ ഈസി ആയിട്ട് വിൻ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ മെത്തേഡ് ഈ സ്റ്റോറിയിൽ പറയുന്ന, അതായത് ഒരു ലൈബ്രറിയൻ അവിടുത്തെ ഒരു ഇങ്ങനത്തെ സ്ട്രഗിൾ ചെയ്യുന്ന സ്റ്റുഡൻറ്റിന് കൊടുത്തൊരു അഡ്വൈസ് ഉണ്ട്. ആ അഡ്വൈസ് കൃത്യമായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ സ്റ്റോറിയിലേക്ക് കിടക്കാം. സ്റ്റോറി എങ്ങനെയാണ്? രാഹുൽ എന്ന് പറയുന്ന ഒരു പയ്യൻ, അവനവൻ്റെ സ്കൂളുകളിൽ നല്ല രീതിയിൽ പഠിക്കുമായിരുന്നു. ഏകദേശം ഒരു 70-80% എല്ലാ തവണ പരീക്ഷയ്ക്കൊക്കെ മാർക്ക് മേടിക്കായിരുന്നു. ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എന്നുള്ള ഒരു പയ്യനാണ്. അവനങ്ങനെ എൻട്രൻസിന് അത്യാവശ്യം നല്ല മാർക്ക് മേടിച്ച് ഒരു അത്യാവശ്യം നല്ലൊരു കോളേജിൽ എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ മേടിച്ചു. അവനവൻ്റെ ഫസ്റ്റ് ഇയർ അവൻ്റെ അച്ഛൻ ഒരു പാവപ്പെട്ട ഒരു ചെറിയ ജോലിയും കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരാൾ, അമ്മ ഹൗസ് വൈഫ്. അപ്പോൾ അവരുടെ ഒരു ഏക പ്രതീക്ഷ ഇവൻ ഒന്ന് സെറ്റിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ് മുന്നോട്ട് പോകാം എന്നാലും സെറ്റിൽ. ആ ഒരു ചിന്ത അവൻ്റെ മനസ്സിൽ എന്നും ഉണ്ട്. അത് കാരണം അവൻ ഫസ്റ്റ് ഇയർ നല്ല ഡെഡിക്കേറ്റ് ആയിട്ടൊക്കെ പഠിച്ചു. അത്യാവശ്യം ഒരു 80% അടുത്ത് എഞ്ചിനീയറിംഗിന് ഫസ്റ്റ് ഇയർ മാർക്ക് മേടിച്ചു. അപ്പോൾ ആ പയ്യൻ്റെ ഒരു കാലിബർ ലെവൽ മനസ്സിലാക്കാമല്ലോ. അപ്പോൾ അങ്ങനെ കഴിഞ്ഞു. അവനവിടെ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. അങ്ങനെ സെക്കൻഡ് ഇയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ, അതായത് തേർഡ് സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്തതേയും അവർക്ക് കുറേ നല്ല ഫ്രണ്ട്സൊക്കെ ആയി. ഫ്രണ്ട്സിൻ്റെ കൂടെ ചെറിയ ഔട്ടിങ്ങിനൊക്കെ പോകലും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ തേർഡ് സെമ്മിൻ്റെ പരീക്ഷ റിസൾട്ട് വന്നപ്പോൾ അവന് ഏകദേശം ഒരു 70-73% മാർക്കായി. അങ്ങനെ അന്നേരം ഇവൻ്റെ ഫാദർ അവനോട് ചോദിക്കുമായിരുന്നു, നീ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം, ഇങ്ങനെ താഴേക്ക് പോകരുതെന്ന് പറയുമ്പോൾ അവൻ പറയും, എനിക്കിത് മേക്കപ്പ് ചെയ്യാൻ പറ്റും, ഞാൻ അടുത്ത സെമ്മിൽ ക്ലിയർ ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ്റെ ഫോർത്ത് സെം വന്നു. അവൻ്റെ ഫ്രണ്ട്ഷിപ്പും ഔട്ടിങ്ങും മൂവീസ് അങ്ങനെ എല്ലാം കൂടെ കൂടുതലൊന്ന് എക്സ്പാൻഡായി. അവൻ്റെ പഠനത്തിലുള്ള കോൺസെൻട്രേഷൻ നല്ല രീതിയിൽ ഡൈവേർട്ടായി പോയി. അങ്ങനെ ഫോർത്ത് സെമ്മിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അവൻ്റെ മാർക്ക് ഏകദേശം ഒരു 65 റേഞ്ചിലേക്കായി ആണ് പെർസെൻറ്റേജിലും. അപ്പോൾ ഒരു അഗ്രേറ്റ് ഏകദേശം ഒരു 75 റേഞ്ചിലൊക്കെ നിൽക്കുന്നു. ഫസ്റ്റ് സെമ്മിൽ നല്ല മാർക്കുള്ള കാരണം അങ്ങനെ അവൻ വിചാരിച്ചു അടുത്ത സെമ്മിൽ കവറപ്പ് ചെയ്യാന്ന്. അങ്ങനെ ഫിഫ്ത്ത് സെം വന്നു. ഫിഫ്ത്ത് സെമ്മിൽ കുറേ ക്ലാസ്സൊക്കെ കട്ട് ചെയ്തും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അവൻ്റെ ഫിഫ്ത്ത് സെമ്മിൻ്റെ പരീക്ഷയും ഭയങ്കര ടഫായിട്ട് അവന് ഫീൽ ചെയ്തു. അന്നേരം അവൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ട്, ഇതെങ്ങനെയും ഒന്ന് റിക്കവർ ചെയ്യണം, മുന്നോട്ട് പോയേ പറ്റൂ, അല്ലെങ്കിൽ ഇവൻ അവൻ്റെ പാരൻസിനാണെങ്കിലും സാറ്റിസ്ഫൈഡ് ആവത്തില്ല, അവൻ ടീച്ചേഴ്സ് ആണെങ്കിലും അവൻ്റെ ഈ ഉഴപ്പൻ നേച്ചർ സപ്പോർട്ട് ചെയ്യുന്നില്ല കണ്ടു. അപ്പോൾ അവന് ഉണ്ട്. അങ്ങനെ അവൻ സിക്സ്ത് സെമ്മായി. അവൻ്റെ പക്ഷെ ആ ഒരു കറണ്ട് ലൈഫ് സ്റ്റൈലിൽ നിന്ന് അവന് മാറാൻ പറ്റുന്നില്ല. അവൻ ക്ലാസ്സിൽ പോകുമ്പോൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കും, പക്ഷേ വീട്ടിൽ വന്നിട്ട് അല്ലെങ്കിൽ ഹോസ്റ്റലിൽ ചെന്നിട്ടൊന്നും പഠിക്കുന്നൊന്നുമില്ല. അങ്ങനെ അവൻ കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഈ സിക്സ്ത് സെമ്മിൻ്റെ ഫസ്റ്റ് ഇൻറ്റേർണൽ എക്സാം നടന്നു. അന്നേരം അവന് ഒട്ടും തന്നെ മാർക്ക് കിട്ടിയില്ല. സെക്കൻഡ് ഇൻറ്റേർണൽ എക്സാമിൻ്റെ സമയമാറായി. അന്നേരമാണ് അവൻ്റെ ഫിഫ്ത്ത് സെമ്മിൻ്റെ റിസൾട്ട് വരുന്നത്. ഫിഫ്ത്ത് സെമ്മിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അവൻ ഒരു സബ്ജക്റ്റിന് ഫെയിൽ ആവുകയും ചെയ്തു, ഒരു ലാബിൻ്റെ ഒരു എക്സാമിന് അവൻ ഫെയിൽ ആവുകയും ചെയ്തു. കൂടാതെ ബാക്കി എല്ലാ സബ്ജക്റ്റിൻ്റെയും ഏകദേശം 65-67 മാർക്കേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അത് അവൻ്റെ ടോട്ടൽ അഗ്രേറ്റ് ഏകദേശം ഒരു 67 റേഞ്ചിലേക്ക് എത്തിപ്പോയി. അന്നേരം അവൻ്റെ മനസ്സിൽ ശരിക്കും ഒരു പേടി വന്നു. കാരണം 7th സെം ആകുമ്പോഴാണ് സാധാരണ കോളേജുകളിൽ ക്യാമ്പസ് പ്ലേസ്മെൻറ്റിനുള്ള ഇൻ്റർവ്യൂസ് ഒക്കെ വരുന്നത്. അന്നേരം ഒരു 70-75% മാർക്ക് ഇല്ലെങ്കിൽ ഒരു നല്ലൊരു കമ്പനിയുടെ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് അറ്റൻഡ് ചെയ്യാൻ പോലും പറ്റത്തില്ല. പിന്നെ ഇതൊക്കെ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ളവർ ഭയങ്കര, അതായത് പാരൻസ് ഭയങ്കര സങ്കടപ്പെടുന്നു പറഞ്ഞു. അങ്ങനെ ഇതൊക്കെ ഓർത്ത് അവനാകെ വറിയായിട്ടിരുന്നു. അന്നേരമാണ് ഇവൻ്റെ കോളേജിൽ നിന്ന് അവൻ്റെ വീട്ടിലേക്ക് ഒരു ലെറ്റർ അയക്കുന്നത്. മോൻ്റെ മാർക്കും കാര്യങ്ങളൊക്കെ വളരെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് പാരൻസ് ഇതിലൊന്ന് ഫോക്കസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഈ ലെറ്റർ കണ്ട അവൻ്റെ അച്ഛൻ അവനെ ഫോൺ വിളിക്കുന്നു. മോനെ, നീ ഇത് റിക്കവർ ചെയ്യുന്നതാണ് പറഞ്ഞിരുന്നത്, പക്ഷേ ഈ തവണ ഇങ്ങനെ ഇത് കണ്ടു, നിൻ്റെ ഈ മാർക്കിൽ കഴിഞ്ഞ തവണത്തെ ഒരു ഫെയിലിയറിൻ്റെ ഇതും കണ്ടു, നീ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യാൻ മുന്നോട്ട് പോകണേ എന്ന് അച്ഛൻ അവനോട് ചോദിച്ചു. അപ്പോഴും അവൻ അച്ഛനോട് ഞാൻ ഈ സെമ്മിൽ എല്ലാം മെയിൻറ്റെയിൻ ചെയ്തോളാം, ഈ സെമ്മിൽ നല്ല മാർക്ക് മേടിച്ച് ഞാൻ മുന്നോട്ട് വന്നോളാം എന്ന് പറഞ്ഞെങ്കിലും ആ പറയുന്നത് പൂർണ്ണ കള്ളമാണെന്നും അവനത് ചെയ്യാൻ കഴിയില്ല എന്നും അവൻ്റെ ഉള്ളിൽ തന്നെ അറിയായിരുന്നു. എന്നിരുന്നാലും അവൻ്റെ ഈ ചിന്ത അവൻ്റെ മനസ്സിലിങ്ങനെ വറി ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവൻ വിചാരിച്ചു വന്നാൽ എന്തിലാവട്ടെ, നമുക്ക് ഏതൊക്കെ സബ്ജക്റ്റ് ഉണ്ട്. അവന് അന്നേരമാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്. അവൻ ആ സെമ്മിലെ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്നോ അതിനുള്ള മൊഡ്യൂൾസ് ഏതൊക്കെയാണെന്നോ ഒന്നുമില്ല ഒരു കൃത്യമായൊരു ധാരണയില്ല. അതായത് ഏകദേശം ആ സെമ്മിൻ്റെ ഒരു 3/4 ഭാഗത്തോളം കഴിഞ്ഞു, ഏകദേശം ഒരു 3 months കഴിഞ്ഞു. 4th month പറഞ്ഞു തന്നിരിക്കുന്നത്. അന്നേരം പോലും അവൻ ആ ഒരു സെമ്മിൻ്റെ മെയിൻ
ടോപ്പിക്കുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് സബ്ജക്റ്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു ഐഡിയ ഇല്ല. അത്രയ്ക്കും ലോ ലെവലിലാണ് അവൻ്റെ കാര്യങ്ങൾ നിൽക്കുന്നത് മനസ്സിലായി. അപ്പോൾ അവൻ ലൈബ്രറിയിലേക്ക് വന്നു, ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൻ്റെങ്കിലും ഒരു ടെക്സ്റ്റ് ബുക്ക് അവിടെ നിന്ന് എടുത്ത് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ അവൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഏത് ടെസ്റ്റ് എടുക്കുന്നത് പോലും അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റ് ഫോക്കസ് ചെയ്യണമെന്നും ഒരു ഐഡിയ ഇല്ലാത്ത രീതിയിലാണ് അവൻ നിൽക്കുന്നത്. അവൻ അങ്ങനെ അവിടെ ടേബിളിൽ ഇരുന്ന് ഇതേക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ അവിടുത്തെ ലൈബ്രറിയൻ അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, നിൻ്റെ കഴിഞ്ഞ തവണത്തെ റിസൾട്ട് ആണോ നിൻ്റെ തലയിൽ ഇത്ര വറിയുടെ ആയിരുന്നു. അപ്പോൾ ഇവൻ ആ ലൈബ്രറിയനെ പേഴ്സണലായിട്ട് അറിയില്ലെങ്കിൽ പോലും ലൈബ്രറിയൻ ഇവൻ്റെ ആ മുഖത്തുള്ള ആ ഒരു സിറ്റുവേഷൻ കണ്ടിട്ടാണ് അവനോട് ചോദിച്ചതെന്നുള്ള കാര്യം അവന് മനസ്സിലായി. അപ്പോൾ പറഞ്ഞു, എനിക്ക് ഒത്തിരി മാർക്ക് കുറവാണ്, ഈ സെമ്മിൽ അത് കവറപ്പ് ചെയ്തില്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും, അല്ലെങ്കിൽ അടുത്തുള്ള പ്ലേസ്മെൻ്റ് ഒന്നും കിട്ടില്ല, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ലൈബ്രറിയൻ പറഞ്ഞു, ഇത് എല്ലാ പിള്ളേരും തന്നെ ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ്. നിനക്ക് റിയലായിട്ട് നിനക്ക് മുന്നോട്ട് വന്നെന്നുണ്ടെങ്കിൽ ഞാൻ നിനക്കൊരു മെത്തേഡ് പറഞ്ഞുതരാം എങ്ങനെയാണ് ഈ പരീക്ഷയ്ക്ക് പാസ്സാവണമെന്നുള്ളത്. അത് നീ ഡെഡിക്കേറ്റ് ആയിട്ട് ഫോളോ ചെയ്യാമെന്നുണ്ടെങ്കിൽ നീ ഉറപ്പായിട്ടും ഈ പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ പാസ്സാവുമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എന്തായാലും ഞാൻ അതിന് റെഡിയാന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, ഇപ്പോൾ ഈ ലൈബ്രറിയിൽ അവനോട് ചോദിച്ചു, ഇനി പരീക്ഷയ്ക്ക് എത്ര ദിവസം ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും ഹോൾ ടിക്കറ്റൊക്കെ വന്ന് പരീക്ഷയുടെ ടൈം ടേബിളൊക്കെ സെറ്റായി. അപ്പോൾ ഇതിപ്പോൾ മാർച്ച് 10-ാം തീയതിയാണ് നിൽക്കുന്നത്. അവൻ പറഞ്ഞു, ഏപ്രിൽ 1-ാം തീയതിയാണ് എനിക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ 20 ദിവസം. അപ്പോൾ ഇനി എത്ര സബ്ജക്റ്റ് നിനക്കുണ്ടെന്ന് ചോദിച്ചു ഈ സെമ്മിൽ. അപ്പോൾ പറഞ്ഞു, 5 സബ്ജക്റ്റാണ് നീ പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഓരോ സബ്ജക്റ്റിനും എത്ര മൊഡ്യൂളുണ്ട്, ഏതൊക്കെ മൊഡ്യൂളിന് എത്ര സമയം വേണമെന്നുള്ള നീ ഒരു വൈറ്റ് പേപ്പറിലോട് എഴുതാൻ പറഞ്ഞു. ഒരു പേപ്പർ 2ആയിട്ട് മടക്കിയിട്ട് എഴുതാൻ പറഞ്ഞു. അപ്പോൾ അവനൊരു പേപ്പർ എടുത്തിട്ട് ഒരു A4 സൈസ് പേപ്പർ എടുത്തിട്ട് മടക്കിയിട്ട് അവസാനം എഴുതാൻ തുടങ്ങി. ഇതിന് 5 സബ്ജക്റ്റ് അവനപ്പോൾ അവൻ്റെ സിലബസൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് എഴുതി. അപ്പോൾ ഓരോന്നിന് ഇത്ര ഈ മൊഡ്യൂളിന് 5 അവർ, ഈ 3 അവർ, 2 അവർ, അങ്ങനെ കൃത്യമായിട്ട് അവേഴ്സുകൾ ഓരോ മൊഡ്യൂളിൻ്റെയും എഴുതി. അങ്ങനെ 5 സബ്ജക്റ്റിൻ്റെയും അവനെ കൊണ്ട് അവിടെ എഴുതി അദ്ദേഹം എഴുതിപ്പിച്ചു. അപ്പോൾ ഇത് ഈ സ്റ്റോറിയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒന്ന് പ്രാക്ടിക്കലായിട്ട് ചെയ്തു നോക്കാമെന്നാണ്. ഇങ്ങനെ ഓരോ മൊഡ്യൂൾസിനെയും എത്ര അവേഴ്സ് ഏകദേശം ആവറേജ് പഠിക്കാൻ വേണമെന്നുള്ളത് എഴുതുക. അതുകൊണ്ട് ആ പേജിൻ്റെ മറ്റേ സൈഡിലാണ് മടക്കി വെച്ചതിൻ്റെ മറ്റേ സൈഡിൽ നിങ്ങൾക്ക് ഇനി ഓരോ ദിവസമുള്ള ഇനിയുള്ള ഓരോ ദിവസങ്ങളിൽ ആ 20 ദിവസം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, എത്ര മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ കിട്ടുമെന്ന് വെച്ചു പഠിക്കാൻ വേണ്ടി, ഡെഡിക്കേറ്റഡ് പഠിക്കാൻ വേണ്ടി കിട്ടുന്നുള്ള എഴുതാൻ പറഞ്ഞു. അപ്പോൾ ഇപ്പം അടുത്ത ദിവസം ക്ലാസ് ഉണ്ട്. ക്ലാസ്സുള്ള ദിവസം ചിലപ്പോൾ രാവിലെ 2 മണിക്കൂറും വൈകുന്നേരം 2 മണിക്കൂറും അങ്ങനെയൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അത് ഓരോ ദിവസത്തെയും ഇങ്ങനെ ടൈം എഴുതാൻ തുടങ്ങി. അങ്ങനെ പിന്നെ വീക്കെൻഡ്സ് ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ഒരു 5 hours, പിന്നെ അവസാനത്തെ സ്റ്റഡി ലീവ് വരുന്നുണ്ട്, അന്നേരത്തെ സമയങ്ങൾ ഒരു 8 hours എന്നൊക്കെ രീതിയിൽ അങ്ങനെ നല്ല ഡെഡിക്കേറ്റ് ആയിട്ട് ഏറ്റവും ഒപ്റ്റിമൈസ് ആയിട്ടുള്ള രീതിയിൽ എഴുതി. അത് മൊത്തം എഴുതി കഴിഞ്ഞപ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലായത്. അവൻ ഓരോ മൊഡ്യൂളും പഠിക്കാൻ വേണ്ടി എത്ര അവേഴ്സ് വേണമെന്നാണോ വെച്ചിരിക്കുന്നത്, അത്രയും ടൈം ഇനി ഇല്ല എന്നുള്ള സത്യം അവന് മനസ്സിലാവണേ. അപ്പോഴാണ് അവനൊരു കാര്യം ഓർത്തത്. അവൻ്റെ 5th സെമ്മിലും അവൻ സംഭവിച്ചതാണ്. അവൻ നാളെ പിന്നെ പഠിക്കാമെന്ന് വിചാരിച്ചിരുന്ന അവസാനം പരീക്ഷയുടെ തലേ ദിവസം ആയപ്പോഴാണ് അവൻ്റെ തലയിലേക്ക് ഇനി പഠിക്കാൻ സമയമില്ലെന്ന് അവനപ്പോൾ പെട്ടെന്നിട്ട് പഠിക്കാൻ നോക്കി. അങ്ങനെയൊന്നും പഠിക്കാൻ പറ്റാതായപ്പോഴാണ് ആ 5th സെമ്മിൽ ഫെയിലിയർ ആയത്. അപ്പോൾ അവനിപ്പോൾ ഈ 20 ദിവസം ഉണ്ട് എന്ന് വിചാരിച്ചിരുന്ന അവൻ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവന് കൃത്യമായിട്ട് ഓരോ മൊഡ്യൂൾസ് പഠിക്കണമെങ്കിൽ വേണ്ട സമയം പോലും ഇനി ബാക്കിയില്ല എന്നുള്ള ഒരു കാര്യം അവന് മനസ്സിലായി. അപ്പോൾ അവൻ വിചാരിച്ചു എന്തായാലും ഇനി ഇവിടെ ഇത് എങ്ങനെ ഇനി പഠിക്കാൻ പറ്റും എന്ന് വിചാരിച്ചിരുന്നപ്പോൾ അദ്ദേഹം ഓരോ ഡേയ്സിനും കൃത്യമായിട്ട് സ്ലോട്ട് ഉണ്ടാക്കി കൊടുത്തു. നിങ്ങൾ ഇതിൻ്റെ അകത്ത് അഡ്ജസ്റ്റ് ചെയ്യാം, ഈ ഡേയ്സിൽ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഹാഫ് അവർ വേണമെങ്കിൽ എടുക്കാം. അങ്ങനെ 2 സൈഡിലെയും ടൈം, അതായത് ടോട്ടൽ അവേഴ്സ് അവൻ എഴുതി വെച്ച ടൈം 2 സൈഡിലെയും ഒരുപോലെ ആക്കുന്ന രീതിയിൽ എഴുതി വെച്ചു. ഇനി അദ്ദേഹം പറഞ്ഞു ഇനി നിനക്ക് വേറൊരു വലിയ ചലഞ്ച് ഉണ്ട്. നിനക്ക് എല്ലാ സബ്ജക്റ്റും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഓരോ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഓരോ ദിവസം ഗ്യാപ്പെങ്കിലും നീ ഇടണം. അങ്ങനെ ഇട്ടില്ലെങ്കിൽ നീ ആകെ ടൈറ്റായി പോകും. അപ്പോൾ അതിനു വേണ്ടി നീ ഡേയ്സ് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവൻ അങ്ങനെ ഓരോ സബ്ജക്റ്റ് കഴിഞ്ഞുള്ള ഡേ ഇങ്ങനെ ഫ്രീ ഡേയ്സ് സെറ്റ് ചെയ്തു. ഈ ഫ്രീ ഡേയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിച്ച കാര്യം റിവൈസ് ചെയ്യാനും എന്തെങ്കിലും ഇനി ഏതെങ്കിലും ഒരു സ്ലോട്ട് മിസ്സായിട്ടുണ്ടെങ്കിൽ അത് കവറപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഇതന്ന് അങ്ങനെ ഇട്ടു. അങ്ങനെ ഇട്ട് പിന്നെയും ടൈറ്റ് ഷെഡ്യൂളായി. അപ്പോൾ അവൻ ഈ ഓരോ ദിവസത്തിലെയും ബാക്കിയുള്ള ഓരോ ദിവസങ്ങളിൽ ഒരു അവേഴ്സൊക്കെ വെച്ച് അവിടെ ഇവിടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അവേഴ്സൊക്കെ അവേഴ്സ് ചെയ്തു. അതും അവൻ റെഡിയാക്കി. അതായത് മൊത്തം ഉണ്ടായിരുന്ന 20 ദിവസത്തിനകത്ത് 5 ദിവസത്തെ ഗ്യാപ്പ്, ആ ബാക്കിയുള്ള ദിവസങ്ങളിൽ അവൻ ഓൾറെഡി അസൈൻ ചെയ്ത സമയം കൂടാതെ കുറച്ച് അരമണിക്കൂർ ഹാഫ് അവറൊക്കെ അവൻ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പ്ലാൻ ചെയ്ത് അതും റെഡിയാക്കി. ഇനി അദ്ദേഹം അവനോട് പറഞ്ഞത്, ഇപ്പോൾ നിനക്ക് എത്ര അവേഴ്സ് പഠിക്കാൻ വേണമെന്നുള്ളത് അറിയാം, എത്ര അവേഴ്സ് പഠിക്കാൻ നിനക്ക് ഉണ്ടെന്നറിയാം, എത്ര ദിവസം ഗ്യാപ്പ് ഉണ്ടെന്നറിയാം. ഇനി നീ ചെയ്യേണ്ട കാര്യം എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ സബ്ജക്റ്റിനെ പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്തത്. അപ്പോൾ നിൻ്റെ ഏറ്റവും ആദ്യത്തെ പരീക്ഷയുടെ എക്സാം നീ ഏറ്റവും അവസാനം പഠിച്ചാൽ മതി. കാരണം ആ പഠിക്കുന്നതും പരീക്ഷ എഴുതുന്നതും ഇത് ചെയ്തു കണ്ടിന്യൂ ചെയ്ത് പൊക്കോളും. അപ്പോൾ അത് ക്ലിയർ ആവും. അപ്പോൾ അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ പരീക്ഷയുടെ തൊട്ടുമുമ്പിൽ ദിവസം ഗ്യാപ്പാക്കിയിട്ടേക്കുന്നു, അതിന് മുമ്പുള്ള എത്ര അവേഴ്സ് വേണമെന്നുള്ള കൃത്യമായിട്ട് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ആ സബ്ജക്റ്റിന് ഏകദേശം അവൻ ഇട്ടായിരുന്ന 22 അവേഴ്സാണ്. അപ്പോൾ ഏകദേശം കവർ ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു 3 ദിവസത്തോളം വേണ്ട വന്നു. അന്നേരം സ്റ്റഡി ലീവിൻ്റെ ടൈമിലും പിന്നെ ഒരു ദിവസത്തിൻ്റെ പകുതിയും വേണ്ട വന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ നിൻ്റെ 30-ാം തീയതി
പരീക്ഷ തുടങ്ങുന്ന 1-ാം തീയതിയാണ്, 31-ാം തീയതി ബ്ലാങ്ക് ആക്കി ഇട്ടേക്കുന്നു. അത് നീ പഠിക്കാൻ വേണ്ടി എന്താണ് പിന്നെ ചെയ്യാൻ തീരുമാനിക്കാം. പിന്നെ 30 to 4 ദിവസം 26-ാം തീയതി വരെ, പിന്നെ അതിൻ്റെ മുമ്പിലത്തെ ദിവസത്തെ പരീക്ഷയ്ക്ക് 25-ാം തീയതി വരെ, അത്രയും ഇതിനുവേണ്ടി മാത്രമേ ഡെഡിക്കേറ്റ് ചെയ്താൽ 25-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള ഇതിന് മാത്രമേ ഡെഡിക്കേറ്റഡ് പ്ലാൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അത് അവനത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തു. ഇനി നീ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നിനക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഏറ്റവും എളുപ്പം നിങ്ങളുടെ സബ്ജക്റ്റിനകത്തുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് ഏതാണോ അത് ഏറ്റവും ആദ്യം സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നീ ആ ഒരു സ്റ്റഡി മോഡിലേക്ക് ഈസി ആയിട്ട് നിനക്ക് വരാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കി ഏറ്റവും എളുപ്പമുള്ള സബ്ജക്റ്റായിട്ട് ആദ്യം കൊണ്ടുപോയി പ്ലേസ് ചെയ്തു. അപ്പോൾ അത് പ്ലേസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഗ്യാപ്പും പ്ലേസ് ചെയ്തു. അത് കഴിഞ്ഞ് നോക്കി കഴിഞ്ഞപ്പോൾ മൊത്തം ബാക്കിയുള്ള 3 സബ്ജക്റ്റ് പഠിക്കാൻ വേണ്ടി ഏകദേശം 10 ദിവസമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ദിവസങ്ങളിൽ നീ വീണ്ടും വർക്കൗട്ട് ചെയ്യണം. എങ്ങനെയാണ് എക്സ്ട്രാ ടൈം നിനക്ക് അവിടെ ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളത്. അതങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തു. പിന്നെ 3 ദിവസത്തെ ഗ്യാപ്പ്, ബാക്കിയുള്ള 7 ദിവസം കൊണ്ട് ഈ 3 സബ്ജക്റ്റും പഠിക്കാനുള്ള കൃത്യമായിട്ടുള്ള ഒരു ഷെഡ്യൂൾ അവൻ പ്ലാൻ ചെയ്ത് സെറ്റാക്കി കൊണ്ടുവന്നു. അങ്ങനെ എല്ലാ സബ്ജക്റ്റും എന്നിട്ട് അവൻ പറഞ്ഞു. എന്നിട്ട് അന്നേരം അവിടുത്തെ ലൈബ്രറിയും പറഞ്ഞു നീ ഇതെല്ലാ സബ്ജക്റ്റും പഠിക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ പറഞ്ഞു. ഏത് ദിവസം ഏത് സബ്ജക്റ്റാണ് പഠിക്കുന്നത്. അപ്പോൾ അവനങ്ങനെ വിഷ്വലൈസ് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ ദിവസം ഈ സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു, ആദ്യത്തെ ദിവസം ഈ സബ്ജക്റ്റിന് 3 മൊഡ്യൂൾ, ഒരു മൊഡ്യൂൾ തീർത്തു, 2ാമത്തെ മൊഡ്യൂൾ, അങ്ങനെ കൃത്യമായിട്ട് വിഷ്വലൈസ് ചെയ്തപ്പോൾ എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു ഏത് ദിവസം ഏത് സബ്ജക്റ്റ് പഠിക്കുന്നതെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു വിഷ്വലൈസ്, അതായത് അടുത്ത 20 ദിവസം എന്തൊക്കെ ചെയ്യണം എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ഷെഡ്യൂൾ അവൻ്റെ മൈൻഡിലേക്ക് റെക്കോർഡായി. അപ്പോൾ അത് റെക്കോർഡായി കഴിഞ്ഞപ്പോഴാണ് അവന് മനസ്സിലായത് വേറൊരു കാര്യം ഇനി ചെയ്യാൻ സമയമില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു. ഇടയ്ക്കുള്ള ഒരു ഗ്യാപ്പ് ഡേ മാത്രമുണ്ട് അവൻ റെസ്റ്റ് എടുക്കാനും വേറെ എന്തെങ്കിലും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഫോക്കസ് ചെയ്യാനും. ബാക്കി എല്ലാ ദിവസവും പഠിക്കുന്ന എല്ലാ കാര്യവും ഷെഡ്യൂളായി. അപ്പോൾ ഈ ഷെഡ്യൂൾ ആയാലും പിന്നെ അദ്ദേഹം അവനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ പഠിക്കുന്ന സമയം എല്ലാ ദിവസവും ഒരേപോലെ ഒരേ സമയത്ത് ആക്കാൻ പറഞ്ഞു. അതായത് രാവിലെ 6 മണി തൊട്ട് 8 മണി വരെ പഠിക്കുന്നെങ്കിൽ അത് എല്ലാ ദിവസവും 6 മണി തൊട്ട് 8 വരെയും, വൈകുന്നേരം 5 to 7 പഠിക്കുന്നെങ്കിൽ അതും അങ്ങനെ കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അന്ന് വൈകുന്നേരം മുതൽ അവൻ്റെ മൈൻഡിലുള്ള അടുത്ത 20 ദിവസം ചെയ്യേണ്ട കാര്യങ്ങളുടെ കൃത്യമായിട്ടുള്ള ഷെഡ്യൂൾ, ഏതൊക്കെ മൊഡ്യൂൾ പഠിക്കണം, അങ്ങനെ കാര്യങ്ങളെല്ലാം ഷെഡ്യൂൾ കഴിഞ്ഞപ്പോൾ അവന് പിന്നെ വേറൊരു കാര്യത്തിലേക്കും ഫോക്കസ് ചെയ്യാൻ തോന്നിയില്ല. ഈ ഒരു കാര്യത്തിലേക്ക് മാത്രമാണ് അവന് ഫോക്കസ് ചെയ്യാൻ തോന്നിയത്. ഈവൻ അവൻ പഠിച്ചു തുടങ്ങി 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് നീ ഈ സമയത്ത് പഠിക്കാനുള്ള ഒന്ന് പുറത്തു പോകാമെന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ പറഞ്ഞു ഇല്ല, ഈ ഒരു ഡേ എന്തായാലും പഠിക്കാനുള്ളതാണ്, ഞാൻ വേണ്ടി നാളെ കഴിഞ്ഞ് വേണമെങ്കിൽ നിങ്ങളോട് വരാം എന്ന് പറഞ്ഞ് ആ ഒരു ഫ്രീ ഡേ വെച്ചാണ് ആ ഡേക്ക് മാത്രം. അതായത് ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് അവനൊരു സ്ലോട്ട് ഫ്രീ ഡേ വെച്ചിട്ടുണ്ട്. ആ ഡേയിൽ മാത്രമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഓരോ സബ്ജക്റ്റും കൃത്യമായിട്ട് ആ പറഞ്ഞ ഷെഡ്യൂൾ അനുസരിച്ച് അറ്റ്ലീസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പോയി വായിച്ചു പോയി. ചില സബ്ജക്റ്റൊക്കെ കുറച്ചുകൂടി കൂടുതൽ സമയം എടുത്തു. അത് അവൻ ആ ഫ്രീ ഡേ കിട്ടിയ സമയത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. ചില സമയത്ത് വിചാരിച്ച അത്രയും സമയം എടുത്തില്ലാത്തത് കൊണ്ട് ആ സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയി. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു ഇൻസ്ട്രക്ഷൻ ഇതായിരുന്നു, നിങ്ങളൊരു ഷെഡ്യൂൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ മൊഡ്യൂൾ പഠിക്കാനായിട്ട് ഈ 2 hours. അപ്പോൾ അതിൽ കൂടുതൽ സമയം എടുക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ കൂടുതൽ കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല. ആ സമയത്ത് നിങ്ങൾ പഠനം നിർത്തണം, നിങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം. ബാക്കി ഏതെങ്കിലും ഒരു മൊഡ്യൂൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത്ര സമയം എടുത്തില്ലെങ്കിൽ ആ സമയത്ത് മാത്രം ഇത് ഷെഡ്യൂൾ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ, അതായത് കൃത്യമായിട്ടുള്ള സ്റ്റഡി ടൈം പ്ലാൻ ചെയ്യുക, കൃത്യമായിട്ടുള്ള അവേഴ്സ് എത്ര വേണമെന്നുള്ള പ്ലാൻ ചെയ്യുക, ഇത് കൃത്യമായിട്ട് റെഗുലറായിട്ട് ആ ടൈമിൽ തന്നെ എല്ലാ കാര്യം ചെയ്യുക. കൂടുതൽ എന്തെങ്കിലും വരുവാണെങ്കിൽ പിന്നത്തേക്ക് ആ ഒരു ഫ്രീ ഡേ വെച്ചേക്കണമെങ്കിൽ മാത്രമായിട്ട് പ്ലാൻ ചെയ്യുക. കുറച്ചാണെങ്കിൽ ആ സമയത്ത് നമ്മൾ ഇതിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്യുക. അങ്ങനെ ആ ഒരു ഷെഡ്യൂൾ കൃത്യമായിട്ട് 20 ദിവസം ഫോളോ ചെയ്തു കഴിഞ്ഞിട്ട് അവൻ്റെ പരീക്ഷ തലേ ദിവസം ആയപ്പോഴത്തേക്കും അവൻ ആ ഫസ്റ്റ് ഡേയുടെ പരീക്ഷ നല്ല ക്ലിയർ ആയിട്ട് അവൻ അറിയായിരുന്നു എന്താ ചെയ്യുന്നത്. ഈ ഫ്രീ ഡേ വരുന്ന ദിവസം ആണ് റിവിഷൻ ഡേ ആയിട്ട് പ്ലാൻ ചെയ്യുന്നത്. അത് നമ്മൾ റെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് എന്താ കാര്യങ്ങൾ പഠിച്ചു എന്നുള്ള റിവിഷനായിട്ട് ചിന്തിച്ച് നോക്കാനുള്ള ഡേ ആയിരുന്നു. അവനത് ചിന്തിച്ച് നോക്കി, അവൻ ഒരു ഡമ്മി പരീക്ഷയ്ക്ക് അവനെ എഴുതി നോക്കി. എന്നിട്ട് പരീക്ഷയുടെ അന്ന് അവനത് എഴുതിയപ്പോൾ കൃത്യമായിട്ട് ഓരോ മൊഡ്യൂളിലും പഠിച്ച കാര്യങ്ങൾ, ആ 5 ദിവസം പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതാൻ സാധിച്ചു. അങ്ങനെ അവൻ്റെ പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ അവന് ഏകദേശം 82% മാർക്കാണ് ആ ഒരു എക്സാമിന് അവന് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ ബേസ് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പരീക്ഷ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി പഠിക്കാൻ സമയം ഉണ്ടായാലും പിന്നെ ചെയ്യാമെന്ന് വിചാരിക്കും. പക്ഷേ അതേസമയം നമ്മളൊരു കൃത്യമായിട്ടൊരു ഷെഡ്യൂൾ സെറ്റ് ചെയ്തിട്ട് ഏത് സബ്ജക്റ്റ് ഏത് സമയത്ത് പഠിക്കണം സെറ്റ് ചെയ്തിട്ട് പഠിക്കുവാണെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് കൃത്യമായിട്ട് നമുക്കത് കണ്ടിന്യൂ ചെയ്ത് പഠിക്കാൻ സാധിക്കും. നമുക്ക് ആ വിചാരിച്ച സമയത്ത് തന്നെ തീർക്കാൻ സാധിക്കും. നമ്മുടെ മൈൻഡ് വേറെ പല കാര്യങ്ങൾക്കായിട്ടുള്ള ഡിസ്ട്രാക്റ്റായി പോകുന്നതും ഒഴിവാക്കാനായിട്ട് കൊണ്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ആർക്കെങ്കിലും ഇങ്ങനെ പഠിക്കാനായിട്ട് സ്ട്രഗിൾ ചെയ്യുവാണ്, ആർക്കെങ്കിലും വീണ്ടും റിക്കവർ ചെയ്ത് വരണം, സപ്ലീസ് ക്ലിയർ ചെയ്യണം എന്നുള്ളവരാണെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൽ പറയുന്ന മെത്തേഡ് സിമ്പിളാണ്. നമ്മൾ പരീക്ഷ ടൈമിംഗ് ഷെഡ്യൂൾ ചെയ്യുക, ഓർഡർ ആക്കുക, ആ ഓർഡർ വെച്ച് ഫോളോ ചെയ്യുക. ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നല്ലൊരു മാർക്ക് മേടിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങളിപ്പോൾ പാരൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അവരെ കൊണ്ട് ഇത് പറഞ്ഞ് മനസ്സിലാക്കുക. അറ്റ്ലീസ്റ്റ് നിങ്ങളിത് കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കുക. ഇവർക്കത് ഈസി ആയിട്ട് സഹായമാകും. ഓക്കെ, ഫൈൻ, സീ യു, താങ്ക് യു, ബൈ.